Happy birthday to you. Happy birthday to you. Happy birthday to you. Happy. Guys, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് എന്താ വന്നതെന്ന് വെച്ചാൽ ഇന്നും ഒരു അമ്പലത്തിൽ പോകുന്ന വ്ളോഗ് എടുക്കാനാണ്. ഇന്ന് എൻ്റെ അനിയത്തിയുടെ പിറന്നാളാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പൂജയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് പോവാണ്. എൻ്റെ അനിയത്തിയും അമ്മയൊക്കെ നേരത്തെ പോയി. അവർക്ക് സ്കൂളിലും ജോലിക്കൊക്കെ പോകണ കാരണം നേരത്തെ പോയി. ഞാൻ ഒറ്റയ്ക്കാണ് പോണേ. അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്പലത്തിലെത്തിയിട്ട് കാണാം. ഇതാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്ന വഴി. ഞാൻ ഒറ്റയ്ക്കാണ്. ഇന്ന് അവളുടെ പിറന്നാളായതുകൊണ്ട് സദ്യയൊക്കെ ഉണ്ട്. അപ്പം അമ്മ രാവിലെ എണീറ്റ് സദ്യയൊക്കെ ഉണ്ടാക്കി. പിന്നെന്താ ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഉണ്ട്. അയ്യോ പട്ടി. ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഉണ്ട്. നല്ല മഴയാണ് കേട്ടോ രാവിലെ തന്നെ. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല മഴയൊക്കെ ആകുമ്പോൾ അന്നത്തെ മൂഡ് പോവും. അപ്പം ഇനി അമ്പലത്തിലെത്തിയിട്ട് കാണാം. നമ്മൾ അമ്പലത്തിലെത്തി. ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചിരുന്നു. സെയിം അമ്പലം തന്നെയാണ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ്. ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ എത്തി. ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് കയറട്ടെ. ഗൈസ്, നമ്മുടെ പൂജയായിരുന്നു ഇന്ന്. അപ്പോൾ പ്രസാദമൊക്കെ കിട്ടി. അത് പ്രസാദമാണ് ഗൈസ്. അപ്പം ഇന്ന് ഞങ്ങളുടെ പൂജയായിരുന്നു. ഇതേ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല മഴയാണ് ഗൈസ്. പ്രസാദം കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ്. അമ്പലത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറേ നേരം അമ്പലത്തിൽ ഇരിക്കാൻ പറ്റി. നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടി. ഇപ്പം നേരെ വീട്ടിലേക്ക് പോവാണ്. നല്ല മഴയാണ് ഗൈസ്. എനിക്കാണെങ്കിൽ ഇന്ന് എക്സാമും കൂടിയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് എക്സാമാണ്. അതിന് ഉച്ചയ്ക്ക് പോകണം. ഇപ്പോൾ എൻ്റെ അനിയത്തി സ്കൂളിൽ പോയിട്ടുണ്ടാവും. സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾ സദ്യയും കൊണ്ടാണ് സ്കൂളിലേക്ക് പോയിട്ടുള്ളത്. ഉച്ചയ്ക്ക് സദ്യ കഴിക്കലൊക്കെ കാണിക്കാം. വൈകിട്ടാണ് കേക്ക് കട്ട് ചെയ്യണത്. എല്ലാവരും വൈകിട്ടാണ് വീട്ടിലുണ്ടാവുക എല്ലാവരും. അതുകൊണ്ട് വൈകിട്ട് കട്ട് ചെയ്യും. അതൊക്കെ കാണിക്കാം. അയ്യോ, വീട്ടിലേക്ക് പോട്ടെ. ഫുഡൊക്കെ ഇപ്പോൾ കഴിച്ചു. ഇനി കുറച്ച് നേരം പഠിക്കണം. ഉച്ചയ്ക്ക് എക്സാം ഉണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളും ഞാൻ ചെയ്തില്ല. അമ്മയും അനിയത്തിയോടെയാണ് കറിയും ചോറൊക്കെ വെച്ചത്. സദ്യക്കുള്ളതൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി കുറച്ച് നേരം പഠിക്കണം. പഠിച്ചിട്ട് കാണാം. അപ്പോൾ ഉച്ചയ്ക്ക് സദ്യക്ക് ചോറ്, അവിയൽ, സാമ്പാർ, ഇഞ്ചിക്കറി, ക്യാബേജ്, പപ്പടം, അച്ചാർ, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിലോട്ട് പോയി. ഞാൻ കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാം ഇപ്പോൾ സമയം 1 മണി. ഈ ടൈം ആയതുകൊണ്ട് അധികം പേരൊന്നും ഇല്ല. നടന്നാണ് പോണത്. അപ്പോൾ കോളേജിലെത്തിയിട്ട് കാണാം. തിരിച്ച് വീട്ടിൽ വന്നുള്ള വിശേഷങ്ങളും പറയാം. എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് പായസം അവിടെ ഇരിക്കണേ. അപ്പോൾ ഒരു ഗ്ലാസ് പായസം എടുത്ത് കുടിച്ചു. എക്സാമിന് പോയപ്പോൾ അതിൻ്റെ ടെൻഷനിൽ എനിക്ക് മര്യാദയ്ക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വന്ന പാടെ കൈ കഴുകിയിട്ട് നേരെ പായസം കുടിക്കാനാണ് ഞാൻ പോയത്. അപ്പോൾ അതൊക്കെ കഴിച്ചവിടെ ഇരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു, പൂജയുണ്ട്. അപ്പോൾ അത് പായസമൊക്കെ കാലിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:30. അപ്പോൾ വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നിട്ട് കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പലത്തിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അതെ, അപ്പോൾ ഈവനിങ് നമ്മൾ സെയിം അമ്പലത്തിൽ തന്നെ പോയത്. അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല. അതെ, ഇപ്പൊ എന്താ പറയാ, നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു. ഇതാണ് കേട്ടോ പിറന്നാളുകാരി. പായസം, ഇത് മറ്റേ ചന്ദനം, അതൊക്കെ കിട്ടി, പ്രസാദമൊക്കെ കിട്ടി. അപ്പം ഞങ്ങൾ ഇവരെ വീട്ടിലേക്ക് പോയിട്ട് കേക്ക് മുറിക്കണം അല്ലേ. പല്ലും കണ്ടു മാത്രം. അച്ഛമ്മ, അമ്മ, അവൾ,
ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു പൂവൊക്കെ പറിച്ച് ഇവിടെ നിൽക്കാണ്. ഞാനല്ല അവര് ഇവിടെ വെട്ടില്ല. ഞങ്ങളിവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ചോട്ട് സ്ട്രീറ്റ് ലൈറ്റ് ആകാശം കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു, നല്ല അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.